മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തിൻ്റെ ഉത്ഭവ കഥയിലേക്ക് വരാം. ഊണും ഉറക്കവും വെടിഞ്ഞ് മഞ്ഞും മഴയും സൂര്യൻ്റെ ചൂടും വകവയ്ക്കാതെയുള്ള പഞ്ചാഗ്നി മധ്യത്തിലുള്ള പാർവതിയുടെ പ്രണയ തപസ്. ആ സഹനത്തിന് മുന്നിൽ പരമശിവൻ കീഴടങ്ങുക തന്നെ ചെയ്തു. പക്ഷേ പരമശിവന്റെ കോപത്തിൻ്റെ ചൂടറിഞ്ഞപ്പോൾ ദേവി തളർന്നുപോയി. പ്രണയ തപസ്സിൻ്റെ കാലത്തു തന്നെ കാമദേവനെ ഭസ്മമാക്കിയ ഭഗവാന്റെ കോപം ദേവി കണ്ടിരുന്നു. എങ്കിലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എന്തിനും ഏതിനും കോപം. തിരുനെറ്റിയിലെ അഗ്നിക്കണ്ണ് ദേവിയുടെ സമാധാനം മുഴുവൻ കെടുത്തുന്നതായിരുന്നു. ഭർത്താവിൻ്റെ കോപാവേശത്തിന് തടയിടാൻ ദേവി അതിയായി ആഗ്രഹിച്ചു. ഇത്രയ്ക്ക് കോപമുള്ള ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം ഒരു ദുർവാസമാണ്. ഒരിക്കൽ പാർവതി ശിവനോട് പറഞ്ഞു. പ്രിയ ഭാര്യയ്ക്ക് പോലും തൻ്റെ കോപം മടുത്തു തുടങ്ങി എന്ന് മനസ്സിലാക്കിയ ശിവൻ തന്നിലെ കോപത്തെ മുഴുവൻ മറ്റൊരു മൂർത്തിയാക്കി ജനിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയ ത്രിമൂർത്തികളെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അവർ തനിക്ക് മക്കളായി പിറക്കണം എന്ന വരം ആവശ്യപ്പെട്ടു. വരം നൽകിയ ശിവൻ തന്നിലെ കോപത്തെ മുഴുവൻ അനസൂയയുടെ പുത്രനായി ജനിക്കുന്നതിന് അനുവദിച്ചു. അങ്ങനെ പാർവതിയുടെ ദുർവാസം ഇല്ലാതാക്കാൻ അനസൂയയിൽ ജനിച്ച ശിവകോപമാണ് ദുർവാസാവ്. മുൻ കോപം കൊണ്ട് ത്രിലോകങ്ങളെ വിറപ്പിച്ച ദുർവാസാവാണ് കൂർമാവതാരമെടുക്കാൻ കാരണക്കാരനായത്. ദുർവാസാവിൻ്റെ കോപത്തിൽ നിന്നും ഉടലെടുത്ത ഒരുപാട് ശാപകഥകളുണ്ട്. കണ്വാശ്രമത്തിൽ ഒരിക്കൽ അദ്ദേഹം എത്തിയപ്പോൾ പ്രിയതമനായ ദുഷ്യന്തനെ സ്വപ്നം കണ്ട് സ്വയം മറന്നിരിക്കുന്ന ശകുന്തളയെ കാണാനിടയായി. തന്നെ ആദരിക്കാതെ ആലോചനയിൽ മുഴുകിയിരുന്ന ആ മുനികന്യകയെ അദ്ദേഹം ശപിച്ചു കളഞ്ഞു. നീ സ്വപ്നം കാണുന്ന യുവാവ് നിന്നെ മറന്നുപോകട്ടെ. ഗർഭിണിയായ ശകുന്തളയെ ദുഷ്യന്തൻ സ്വീകരിക്കാതിരുന്നത് ഈ ശാപഫലമായ മറവി മൂലമായിരുന്നു. ഇത്തരത്തിലുള്ള ദുർവാസാവിൻ്റെ ഒരു ശാപം കാരണം ദേവന്മാരെ രക്ഷിക്കാനായി പിറവിയെടുത്ത അവതാരമായിരുന്നു കൂർമാവതാരം. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവലോകം സന്ദർശിച്ചു. ഇന്ദ്രനും പരിവാരങ്ങളും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനായി മത്സരമായിരുന്നു. ദേവസുന്ദരികൾ നർത്തനമാടി. യക്ഷ കിന്നര ഗന്ധർവന്മാർ സംഗീതവർഷം നടത്തി. ഈ സ്വീകരണത്തിൽ മുനി വളരെ സന്തോഷിക്കുകയും ദേവലോകത്ത് നിന്ന് മടങ്ങുമ്പോൾ ഒരു ദിവ്യമായ പൂമാല ഇന്ദ്രന് ഉപഹാരമായി നൽകുകയും ചെയ്തു. മാലയുടെ സൗന്ദര്യത്തിലും പരിമളത്തിലും ആകൃഷ്ടനായ ഇന്ദ്രൻ അത് തൻ്റെ പ്രിയവാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ അണിയിക്കുകയും ചെയ്തു. പൂമാലയുടെ പരിമളം മൂലം ദേവലോക ഉദ്യാനങ്ങളിലെ വണ്ടുകളെല്ലാം ആനയുടെ ചുറ്റും മൂളിപ്പറന്നു. പൂന്തേൻ കുടിക്കാനുള്ള വണ്ടുകളുടെ മത്സരം പരസ്പരം ആക്രമണത്തിൽ കലാശിച്ചപ്പോൾ ഐരാവതത്തിനും വണ്ടിൻ്റെ കുത്ത് ഇഷ്ടം പോലെ കിട്ടി. ഐരാവതമാകട്ടെ മസ്തകത്തിലെ പൂമാല വലിച്ചെടുത്ത് നിലത്തിട്ട് ചവിട്ടി തേച്ച് വണ്ടുകളുടെ കുത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വിവരം കാട്ടുതീ പോലെ പടരുകയും ദുർവാസാവിൻ്റെ ചെവിയിലെത്തുകയും ചെയ്തു. കോപവിവശനായ മുനി ദേവന്മാരെ ശപിച്ചു. നിങ്ങൾ ജരാനരയും മരണമുള്ളവരുമാകട്ടെ എന്നതായിരുന്നു ആ ശാപവാക്കുകൾ. അന്നേവരെ നിത്യയൗവനവും അമരത്വവും അനുഭവിച്ച അവർ ശാപഫലമായി വൃദ്ധരാവുകയും മരണമടയുകയും ചെയ്തു. ദേവരാജധാനിയായ അമരാവതി വൃദ്ധന്മാരുടെയും രോഗികളുടെയും കേന്ദ്രമായി മാറി. വേവലാതി പൂണ്ട ദേവകൾ ബ്രഹ്മാവിനോടും ശിവനോടുമൊപ്പം പാലാഴിക്കരയിലെത്തി സ്തുതിഗീതങ്ങളാൽ വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി. പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് ഭുജിച്ചാൽ അമരത്വവും സമൃദ്ധിയും തിരിച്ചു വരുമെന്ന് വിഷ്ണു അവരെ ഉപദേശിച്ചു. അതിൻ പ്രകാരം അവർ പാലാഴി കടയുവാൻ തയ്യാറെടുത്തു. പാലാഴി കടയുമ്പോൾ പങ്കാളികളാകാൻ അസുരന്മാർ സമ്മതിച്ചു. മന്ദരപർവ്വതത്തെ കടക്കോലാക്കുവാൻ തീരുമാനിക്കുകയും അതിനായി പർവ്വതം അടർത്തിക്കൊണ്ടുവരികയും ചെയ്തു. വാസുകി എന്ന മഹാസർപ്പത്തെയാണ് കടക്കോൽ ചുറ്റിപ്പിടിക്കുന്നതിനുള്ള കയറായി ഉപയോഗിച്ചത്. പാലാഴിയുടെ ഇരുപുറവും നിന്ന് ദേവകളും അസുരന്മാരും പാൽക്കടൽ കടഞ്ഞു തുടങ്ങി. മന്ദരപർവ്വതത്തെ താങ്ങാൻ വാസുകിക്ക് ശക്തിയില്ലായിരുന്നു. കടച്ചിൽ ഏറെയായപ്പോൾ പർവ്വതം ഭാരം മൂലം പാലാഴിയുടെ അടിയിലേക്ക് താണുപോയി. എങ്ങനെയും അമൃത് കിട്ടിയേ തീരൂ എന്ന് തീരുമാനിച്ചിരുന്ന ദേവകൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ വീണ്ടും അഭയം പ്രാപിച്ചു. അവരുടെ പ്രാർത്ഥനകളിൽ അലിവ് തോന്നിയ വിഷ്ണു തൻ്റെ രണ്ടാമത്തെ അവതാരമെടുക്കാൻ സമ്മതിച്ചു. ആമയുടെ രൂപത്തിൽ അവതരിച്ച് പാൽക്കടൽ നടുവിൽ താണുപോയ പർവ്വതത്തെ ഉയർത്തുവാൻ മഹാവിഷ്ണു തയ്യാറായി. അങ്ങനെ കൂർമ്മത്തിൻ്റെ പുറത്ത് ഉയർത്തിക്കൊണ്ടുവന്ന മന്ദരപർവ്വതത്തെ വീണ്ടും വാസുകിയെ കൊണ്ട് ബന്ധിക്കുകയും പാലാഴി കടഞ്ഞെടുക്കുകയും ചെയ്തു.
പാലാഴി മദനത്തിൽ ആദ്യം വമിച്ചത് ഉഗ്രവിഷമായ കാളകൂടമാണ്. അത് ലോക നന്മയ്ക്കു വേണ്ടി ഭഗവാൻ ശിവശങ്കരൻ ഭുജിച്ച് തൊണ്ടയിൽ തടഞ്ഞു നിർത്തി. അതിനുശേഷം പല വിശിഷ്ട ദിവ്യവസ്തുക്കളും വന്നു. കാമധേനു, പാരിജാതം, കൗസ്തുഭം, ലക്ഷ്മീദേവി, അവസാനം ധന്വന്തരിയും വന്നു. അമൃത് ഭുജിച്ച് ദേവകൾ അമൃതകുംഭവുമായി ജരാനരകൾ അകറ്റി. പാലാഴി കടഞ്ഞു തീരുവോളം കൂർമാവതാരം മന്ദരപർവ്വതത്തെ താങ്ങി ഉയർത്തി പാലാഴിയിൽ നിലനിർത്തി. പാലാഴി മദനം കഴിഞ്ഞപ്പോൾ അവതാരം പൂർത്തിയാക്കി വിഷ്ണു വീണ്ടും യോഗനിദ്രയിലായി.